എന്തായാലും ഇത് ചായ തണുത്ത ഐസായിട്ട് വേണോ നിനക്കൊരു പടം എടുക്കാൻ? നല്ലൊരു സ്റ്റോറി ഇടാനാ ദീപ. ഈ ചായക്കപ്പ് ഈ ചായക്കപ്പിൻ്റെ അടുത്ത് ഈ ഇലയും കൂടെ വെച്ചാൽ കുറച്ചും കൂടെ വൈബ് കിട്ടും തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. അല്ലേ? ചായക്കപ്പും ഇലയും ഞാനും. പക്ഷേ ലൈറ്റിങ് കുറച്ചും കൂടെ വേണം തോന്നുന്നു. വൈബോ? നീ ക്യാമറയിലേക്ക് നോക്കി പല്ല് കാട്ടിച്ചിരിക്കുന്ന ഒരു വൈബും അല്ല, ഒരു കാൻഡിഡും അല്ല. കാൻഡിഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായി എടുക്കുന്ന ചിത്രങ്ങളാണ്. നീ എടുക്കുന്ന എന്ത് ആസൂത്രിതമായിട്ട് എടുക്കുന്നത്, അല്ലാതെ എന്താണ്? അത് വെറും കോപ്രായങ്ങളാ, അത് വൈബല്ല. ഇതാണ് ലൈഫ് ഗോൾസ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നല്ലൊരു ചായ, പിന്നെ കുറച്ച് ഫിലോസഫി, ഇതൊക്കെ റീൽസിൽ വരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് എന്താ കാര്യം? അത് ശരി. അപ്പം ഇത് കഴിക്കാനുള്ള സാധനം അല്ലല്ലേ? അതാണ്. അതെ, നിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് കണ്ടിട്ട് എനിക്ക് ശരിക്കും ചിരിയും ദേഷ്യവും ഒന്നിച്ചു വന്ന്. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്നേഹത്തിൻ്റെ പ്രഭാതം എന്നൊക്കെ ടൈറ്റിൽ കൊടുത്തിട്ട് നീ ഉണ്ടാക്കിയത് വെറും ഒരു ഓംലെറ്റ് അല്ലേ? എഫർട്ട്, അതിനാണ് പ്രാധാന്യം. ഞാൻ ആ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അടുക്കള വൃത്തിയാക്കി, പിന്നെ സ്ലോ മോഷനിൽ ഓംലെറ്റ് പൊട്ടിച്ചു, മുട്ട പൊട്ടിച്ചു, പിന്നെ ക്യാമറ വെക്കാനായിട്ട് സ്റ്റാൻഡ് ക്രമീകരിച്ചു. ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ പോയി. ഓരോ സാധനം തിന്നുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് അതിന് യമ്മി എന്ന് ടൈറ്റിൽ കൊടുത്താൽ അത് സ്നേഹമാണോ? അതുപോലെ പെട്ടെന്ന് മൊബൈൽ താഴെ വെച്ച് മക്കളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരി ചിരിച്ചാൽ അത് സ്നേഹമാണോ? പറ. സത്യം പറഞ്ഞാൽ ഞാനും മടുത്തു ദീപു. ഒരു പായസം വെച്ച് അത് ആവി പറക്കുന്നതിന് മുമ്പ് 10 സെക്കൻഡ് റീൽസ് എടുക്കണം. പിന്നെ അത് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ലൈക്കും കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് വരുമ്പോഴേക്കും പായസം തണുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മാത്രമായിട്ടുണ്ടാവും. അതാണ്. കണ്ടോ? ഇതാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നം. നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയല്ല, നമ്മൾ ജീവിക്കുന്നത് കണ്ടന്റിന് വേണ്ടിയാണ്. ശരിയല്ലേ അനു? എല്ലാം പെർഫെക്റ്റായി കാണിക്കാനുള്ള നിന്റെ ഈ ഓട്ടം എന്തിനാ? നീ പോയ ടൂറിലെ മഴയുടെ സൗന്ദര്യം നീ ആസ്വദിച്ചോ? ഇല്ല. നീ അപ്പം മഴ ഇഫക്റ്റ് ശരിയാക്കുകയായിരുന്നല്ലേ? തേയിലത്തോട്ടങ്ങളിലൂടെ നടന്നപ്പം കോടമഞ്ഞിൻ്റെ ഭംഗി ആസ്വദിച്ചോ? അതുമില്ല. കാട്ടരുവിയുടെ ഭംഗി ആസ്വദിച്ചോ? ഇല്ല. പല പല ഇഫക്റ്റുകൾ ശരിയാക്കുന്ന തിരക്കിലായിരുന്നു നീ. അതാണ് ദീപ പ്രശ്നം. റീൽസ് കണ്ടിട്ട് ഒരാൾ ഹായ് എന്ത് സന്തോഷമാണ് എന്ന് പറഞ്ഞ് ലൈക്ക് കമൻസ് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ലൈക്ക് സമാധാനം ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ. ആ ലൈക്ക് സമാധാനം വെറും ഡിജിറ്റൽ ലഹരിയാണ്. ആർക്കും കിട്ടാത്തൊരു സാധനം മനസ്സമാധാനമാണ്. അത് കിട്ടണമെങ്കിൽ മൊബൈൽ താഴെ വെച്ച് ലോകം കാണണം. ശരിയല്ലേ? ഇന്നലെ ഞാൻ അടുക്കളയിലിരുന്നപ്പം എനിക്കെന്തോ ഒരു മൂഡ് ഔട്ട്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പോലും തോന്നുന്നില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? നോക്കാനു, അവർ വിചാരിക്കട്ടെ. നിനക്ക് നിന്റെ ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും റിയൽ ലൈഫ് റീൽ. ഒരു സോഷ്യൽ ഓഡിറ്റും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ശരിയല്ലേ? അപ്പോൾ എന്നാൽ ചായ കുടിക്കാം.
ഈ ചായയൊക്കെ അങ്ങ് തണുത്ത്. ആ, ചായ തണുത്തതിനെ കുറിച്ചൊരു സ്റ്റോറി ഇട്ടാലോ?